നമസ്കാരം. 2022 ഒക്ടോബർ 25 പാറശാലയിലുണ്ടായ സംഭവം കേരള സമൂഹത്തെ സത്യത്തിൽ അടിമുടി ഞെട്ടിക്കുന്നതായിരുന്നു. ഷാരോൺ എന്ന ചെറുപ്പക്കാരനെ പെൺസുഹൃത്ത് കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തി എന്നതായിരുന്നു പുറത്തുവന്ന ആ വാർത്ത. വിചാരണയ്ക്ക് ശേഷം ഷാരോണിന്റെ പെൺസുഹൃത്ത് ഗ്രീഷ്മ എന്ന 22കാരി കുറ്റക്കാരിയാണെന്ന് വിധി വരുമ്പോൾ കേരളീയർ കാത്തിരുന്ന ഉദ്വേഗഭരിതമായ ഒരു അധ്യായത്തിന് തന്നെയാണ് പരിസമാപ്തിയാകുന്നത്. ആൺസുഹൃത്തിനെ വിഷം നൽകി കൊന്നു എന്ന കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഏതു വിധേനയും ഷാരോണിനെ ഒഴിവാക്കാൻ തീരുമാനിച്ച ഗ്രീഷ്മ ഇതിനായി നടത്തിയ നീക്കങ്ങൾ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത്. 2021 ഒക്ടോബർ മുതലാണ് ഷാരോൺ രാജും ഗ്രീഷ്മയും പ്രണയത്തിലായത്. 2022 മാർച്ച് 4 പട്ടാളത്തിൽ ജോലിയുള്ള ആളുമായി ഗ്രീഷ്മയ്ക്ക് വിവാഹ നിശ്ചയം നടത്തിയതിനെ തുടർന്ന് ഇരുവരും പിണങ്ങുന്നു. 2022 മെയ് മുതൽ ഗ്രീഷ്മ വീണ്ടും ഷാരോണുമായി അടുപ്പത്തിലാകുന്നു. നവംബറിൽ ഷാരോണിന്റെ വീട്ടിൽ വെച്ച് താലികെട്ട, വെട്ടുകാട് പള്ളിയിൽ വെച്ചും താലികെട്ടി. ഇതിനുശേഷം തൃപ്പരപ്പിലുള്ള ഹോട്ടലിൽ മുറിയെടുത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഹണിമൂൺ ആഘോഷിച്ചു. അതിനിടെ വിവാഹം അടുത്തു വരുന്നതിനാൽ ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിക്കുന്നു. 2022 ഓഗസ്റ്റ് 22 പാരസെറ്റമോൾ ഗുളികയുടെ അമിത ഉപയോഗത്തെക്കുറിച്ചും അത് ശരീരത്തിലുണ്ടാക്കുന്ന തകരാറുകളെക്കുറിച്ചും നിരവധി തവണ ഗ്രീഷ്മ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. പാരസെറ്റമോൾ ഡോളോ ഗുളികകൾ ഗ്രീഷ്മ വീട്ടിൽ വെച്ച് വെള്ളത്തിൽ ലയിപ്പിച്ച് ബാഗിൽ വെച്ചു. തിരുവിതാംകോട് നിന്ന് 2 ജ്യൂസുകൾ വാങ്ങിയ ശേഷം ഷാരോണിന്റെ കോളേജിലെത്തി. റിസപ്ഷൻ ഏരിയയിലെ ശുചിമുറിയിൽ വെച്ച് ഗുളികകൾ ചേർത്ത ലായനി ജ്യൂസ് കുപ്പിയിൽ നിറച്ചു. ഷാരോണിന് ജ്യൂസ് കൊടുത്തെങ്കിലും കയ്പായതുകൊണ്ട് കളഞ്ഞു. ഗുളിക കലർത്താത്ത ജ്യൂസ് കുടിച്ച ശേഷം ഇരുവരും മടങ്ങുന്നു. നവംബറിലാണ് ഷാരോണിനൊപ്പം ഇറങ്ങി ചെല്ലാമെന്ന് ഗ്രീഷ്മ പറഞ്ഞിരുന്നത്. വീട്ടിലേക്ക് വശീകരിച്ചു വരുത്തി കഷായം കൊടുത്ത് കൊലപ്പെടുത്തുന്നതിനായി ലൈംഗികപരമായുള്ള കാര്യങ്ങളും ഗ്രീഷ്മ സംസാരിക്കുന്നു. 14-ാം തീയതി വീട്ടിൽ ആരുമില്ലെന്നും വരണമെന്നും ആവശ്യപ്പെടുന്നു. കഷായം കുടിക്കാമെന്ന മുൻപ് ചലഞ്ച് ചെയ്തതല്ലേ, ദായിരിക്കുന്നു കുടിക്കുക എന്ന് പറഞ്ഞ് കഷായം നിർബന്ധപൂർവം കൊടുക്കുന്നു. അതിനുശേഷം കയ്പ് മാറാൻ ജ്യൂസ് കൊടുക്കുന്നു. കഷായം കുടിച്ച ഷാരോൺ ഛർദിക്കുന്നു. സുഹൃത്തിനൊപ്പം ബൈക്കിൽ മടങ്ങവെ പലതവണ ഛർദിച്ചു. ഗ്രീഷ്മ കഷായം തന്നെന്നും ചതിച്ചെന്നും സുഹൃത്തിനോട് ഷാരോൺ പറഞ്ഞു. ഷാരോണിന്റെ കിഡ്നി, കരൾ, ശ്വാസകോശം എന്നിവ നശിച്ചു ചികിത്സയിൽ ഇരിക്കെയാണ് മരണം. കീടനാശിനി ഇരുന്ന കുപ്പിയുടെ ലേബൽ ഇളക്കിയ ശേഷം ഗ്രീഷ്മ വീടിനോട് ചേർന്ന റബ്ബർ പുരയിടത്തിൽ വലിച്ചെറിഞ്ഞു. അമ്മയ്ക്ക് കൊലപാതകത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. അമ്മാവനാണ് തെളിവുകൾ നശിപ്പിക്കാൻ ഗ്രീഷ്മയെ സഹായിച്ചതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഗ്രീഷ്മയും ഷാരോണും പലതവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നും ഷാരോണിന് കീടനാശിനി കലർത്തിയ കഷായം നൽകിയ 2022 ഒക്ടോബർ 14 രാവിലെ 7:35 മുതൽ ലൈംഗിക ബന്ധത്തിനായി വീട്ടിലേക്ക് വരാൻ ഗ്രീഷ്മ തുടർച്ചയായി നിർബന്ധിച്ചതായും കുറ്റപത്രത്തിൽ പറയുന്നു. 13 രാത്രി 1 മണിക്കൂർ 7 മിനിറ്റ് ലൈംഗിക കാര്യങ്ങൾ സംസാരിച്ചു. 14 രാവിലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന ഫോണിലൂടെയും ചാറ്റിലൂടെയും പലതവണ പറഞ്ഞതുകൊണ്ടാണ് വീട്ടിൽ പോയതെന്ന് ഷാരോൺ ബന്ധുവിനോട് പറഞ്ഞത്. ഷഡാംഗപാനീയം, അതായത് ആയുർവേദ മരുന്ന് കഷായപ്പൊടി വെള്ളത്തിൽ തിളപ്പിച്ചാണ് കഷായം ഉണ്ടാക്കിയത്. ഇതിൽ കീടനാശിനി കലർത്തി. ഷാരോൺ മരിച്ച ശേഷം മൊബൈലിലെ ചാറ്റുകൾ ഗ്രീഷ്മ നശിപ്പിച്ചു. ചാറ്റുകൾ തിരികെ എടുക്കാൻ കഴിയുമോ എന്ന് ഗൂഗിളിലും യൂട്യൂബിലും സെർച്ച് ചെയ്തുവെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. നന്ദി.